നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കം തെരുവിലെത്തിയതോടെ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിൽ. എത്രയും വേഗം തീരുമാനമുണ്ടാക്കി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കണമെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി രംഗത്തുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ എത്രയും വേഗം സമവായത്തിലെത്തണമെന്നാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനിയും പ്രശ്നം നീട്ടിക്കൊണ്ടുപോകുന്നത് കേരളത്തിൽ നേടിയ വമ്പൻ വിജയത്തിന്റെ മാറ്റ് കുറയ്ക്കുമെന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി രംഗത്തുള്ളവരിൽ ചിലർ ഒപ്പമുള്ള വിശ്വസ്തർക്ക് മന്ത്രിസ്ഥാനം ഉറപ്പാക്കാനുള്ള സമ്മർദ്ദ തന്ത്രമാണ് പയറ്റുന്നതെന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. ശക്തി തെളിയിച്ച് പരമാവധി മന്ത്രിസ്ഥാനങ്ങൾ ഒപ്പം നിൽക്കുന്നവർക്ക് നേടിയെടുക്കാനാണ് ശ്രമമെന്നും കരുതുന്നു. ഇവർ നിർദ്ദേശിക്കുന്ന ഏതാനും പേർക്ക് മന്ത്രിസ്ഥാനം നൽകിയാൽ ഇപ്പോഴത്തെ പ്രതിസന്ധി അയയുമെന്നാണ് നേതൃത്വം കരുതുന്നത്. ആ രീതിയിലുള്ള നീക്കുപോക്ക് ഇന്നും നാളെയുമായി ഉണ്ടായേക്കാം. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തിനായി രംഗത്തുള്ള വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർക്കായുള്ള ഫ്ലക്സ് യുദ്ധവും പരസ്യ പ്രതികരണങ്ങളും തുടരുകയാണ്. തലസ്ഥാനത്ത് 3 പേർക്ക് വേണ്ടി ഫ്ലക്സുകൾ ഉയർന്നു. കോട്ടയം കടുത്തുരുത്തിയിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി. തൊടുപുഴയിൽ സതീശനായി പ്രകടനം നടന്നു. പ്രകടനത്തിന് നേതൃത്വം നൽകിയ 4 പേർക്കെതിരെ ഇടുക്കി DCC അച്ചടക്ക നടപടിയെടുത്തു. പല പ്രമുഖരും വിവിധ നേതാക്കൾക്കായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ടി പത്മനാഭൻ, കെ സി വേണുഗോപാലിനായി പരസ്യമായി രംഗത്ത് വന്നു. വിഷയം നീണ്ടുപോകുന്തോറും കൂടുതൽ ചേരികളും പരസ്യ പ്രതികരണങ്ങളും രൂപപ്പെടുമെന്നതിനാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഹൈക്കമാൻഡ്. പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ച് MLA-മാരുടെ അഭിപ്രായം ആരായാൻ വന്ന ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ കയ്യിലെ റിപ്പോർട്ട് ചോർന്നത് വിവാദമാകുന്നു. MLA-മാരുമായുള്ള അഭിമുഖം കഴിഞ്ഞിറങ്ങി വന്ന മുകുൾ വാസ്നിക്കിന്റെ കൈവശമിരുന്ന അഭിപ്രായം രേഖപ്പെടുത്തിയ ലിസ്റ്റാണ് ഫോട്ടോഗ്രാഫർമാർ പകർത്തിയത്. കയ്യിൽ പിടിച്ചിരുന്ന പേപ്പറിൽ ഓരോ MLA-മാരുടെയും പേരും അവർ ആരെയാണ് പിന്തുണയ്ക്കുന്നതെന്നും രേഖപ്പെടുത്തിയിരുന്നു. ഈ പേപ്പറിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഇത് ചില പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ സന്ദീപ് വാര്യർ, സജീവ് ജോസഫ്, TO മോഹനൻ, സണ്ണി ജോസഫ്, ഉഷ വിജയൻ, IC ബാലകൃഷ്ണൻ, T സിദ്ദിഖ് തുടങ്ങിയവരുടെ പേരുകൾ ദൃശ്യമാണ്. ഇവർ കെ സി വേണുഗോപാലിന് അനുകൂലമാണ് എന്ന രീതിയിലാണ് ഈ പേപ്പറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം IC ബാലകൃഷ്ണൻ കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ഒരുപോലെ പിന്തുണ പ്രഖ്യാപിച്ചതായും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രഹസ്യമായി സൂക്ഷിക്കേണ്ട രേഖ പുറത്തുവന്നത് വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. ഇത്രയും രഹസ്യാത്മകതയുള്ള കാര്യം അലക്ഷ്യമായും അശ്രദ്ധമായും കൈകാര്യം ചെയ്തതാണ് ചോരാനിടയാക്കിയതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ച കാര്യം ചോരാനിടയായതിൽ കടുത്ത അതൃപ്തിയിലാണ് MLA-മാർ. മുഖ്യമന്ത്രി ചർച്ചകളിൽ MLA-മാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന രീതിയിൽ പുറത്തുവന്ന രേഖ AICC നിരീക്ഷകർ തള്ളി. പുറത്തുവന്നത് യഥാർത്ഥ രേഖയല്ലെന്നും മുഖ്യമന്ത്രിയാകുന്നതിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും പറഞ്ഞു. കൂടിയാലോചനയ്ക്ക് ശേഷമുള്ള വിവരങ്ങളല്ല അതിൽ പ്രതിഫലിക്കുന്നത്. ഏറെ ഗൗരവത്തോടെയാണ് മുഖ്യമന്ത്രിയെ നിർണ്ണയിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ ഒറ്റവരി പ്രമേയം പാസാക്കിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു പ്രമേയം. MLA-മാരുമായും ചർച്ച നടത്തി. എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള വിശദമായ റിപ്പോർട്ടാണ് കോൺഗ്രസ് അധ്യക്ഷന് നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ മുസ്ലിം ലീഗ് AICC നിരീക്ഷകർക്ക് പരാതി നൽകി. കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് ഇടപെടേണ്ടെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതിനിടെയാണ് AICC നിരീക്ഷകരോട് ലീഗ് പരാതി പറഞ്ഞത്. UDF-ന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പ്രസ്താവനകൾ ഉണ്ടാകരുതെന്നും ഇക്കാര്യം ഹൈക്കമാൻഡ് ഉറപ്പുവരുത്തണമെന്നും ലീഗ് ആവശ്യപ്പെട്ടു. കുഴൽനാടനെതിരെ പലയിടങ്ങളിലും ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധം ഉയർന്നിരുന്നു. ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനത്തിൽ കോൺഗ്രസ് ഇടപെടാത്തതുപോലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഘടകകക്ഷികൾ ഇടപെടേണ്ട കാര്യമില്ലെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ നിർണായക ഇടപെടലുമായി ശശി തരൂർ MP. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ സാഹചര്യം കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചതായും തരൂർ വ്യക്തമാക്കി. നിരീക്ഷകർ മല്ലികാർജ്ജുൻ ഖാർഗെയെ അഭിപ്രായം അറിയിക്കുന്നതിന് മുൻപാണ് ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പദത്തിനായി പോരടിക്കുന്ന നേതാക്കളെ അനുനയിപ്പിക്കാൻ അനുനയ ഫോർമുല ഹൈക്കമാൻഡ് രൂപവൽക്കരിച്ചെന്നാണ് സൂചന. സുപ്രധാന വകുപ്പുകൾ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം മുഖ്യമന്ത്രി വിഷയത്തിൽ നിർണായകമാവുക ശനിയാഴ്ച രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി നടത്തുന്ന ചർച്ചയാണ്. ചർച്ചയിൽ പങ്കെടുക്കാൻ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഉടൻ ഡൽഹിക്ക് തിരിക്കും. കെ സി വേണുഗോപാൽ നിലവിൽ ഡൽഹിയിലുണ്ട്. മുഖ്യമന്ത്രി ചർച്ച പുരോഗമിക്കുന്നതിനിടെ കെ സി വേണുഗോപാലിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഡൽഹിയിലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിക്ക് മുൻപിൽ ഫ്ലക്സ്. ലേശം ഉളുപ്പുണ്ടെങ്കിൽ കെ സി ജനവിധി മാനിക്കണമെന്നും നയിച്ചവൻ നയിക്കട്ടെ എന്നുമാണ് ഫ്ലക്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചോറ് കഴിക്കുന്ന ഒരു മലയാളി എന്ന പേരിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നിയോഗിച്ച AICC നിരീക്ഷകരും ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയ സമയത്താണ് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. കണ്ണൂർ കല്യാശ്ശേരി സ്വദേശിയായ യുവാവാണ് ഇവിടെ ഫ്ലക്സ് സ്ഥാപിച്ചത്. സതീശൻ മുഖ്യമന്ത്രിയാകാനാണ് ജനം വോട്ട് ചെയ്തത്. ആ പിന്തുണ അറിയിക്കാനാണ് ഫ്ലക്സ് സ്ഥാപിച്ചതെന്ന് ഇയാൾ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു.
വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസുമായി വെച്ചുമാറാൻ തങ്ങൾ തയ്യാറാകില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുത്ത് പകരം മറ്റൊരു പ്രധാന വകുപ്പ് ലീഗിന് നൽകുന്ന കാര്യം കോൺഗ്രസ് ആലോചിക്കുന്നതായി അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഷാജിയുടെ പ്രതികരണം. വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യത്തിൽ ലീഗ് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. നിലവിൽ രണ്ടായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയും പഴയതുപോലെ ഒന്നാക്കുമെന്നും ഷാജി പറഞ്ഞു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച പുരോഗമിക്കുന്നതിനിടെ പ്രതികരണവുമായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. MLA-മാരുടെ നമ്പർ ഏറെ പ്രധാനമാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ മറ്റ് ഘടകങ്ങളെക്കാൾ പ്രധാനം MLA-മാരുടെ പിന്തുണയാണെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. നേതാക്കൾ കൊമ്പുകോർക്കുന്നതിൽ വിഷമമുണ്ടെന്നും അമിതാവേശം പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 3 നേതാക്കളും സമന്വയത്തിലെത്തണം. പ്രവർത്തകരുടെ പ്രകടനവും ഫ്ലക്സ് സ്ഥാപിക്കലും നേതാക്കൾ നിയന്ത്രിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നിരീക്ഷകരുടെ അടുത്ത് താൻ ആരുടെയും പക്ഷം പിടിച്ചിട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം AICC നിരീക്ഷകരുടെ കൈകളിലുണ്ടായിരുന്ന രേഖകൾ എന്ന പേരിൽ പുറത്തുവന്ന ചിത്രങ്ങൾ തള്ളി. മുഖ്യമന്ത്രി ആയിരുന്നതിൽ നേതൃത്വത്തിന്റെ തീരുമാനം പക്വതയുള്ളതായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം കവടിയാറിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് ഒരാൾ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 4 പേരിൽ ഒരാളാണ് മരിച്ചത്. പാലക്കാട് സ്വദേശിനി നൌഷിജയാണ് മരിച്ചത്. കവടിയാറിൽ നിന്ന് കുറവൻകോണത്തേക്ക് പോകുന്ന ഭാഗത്താണ് അപകടം. യുവാക്കളും വിദ്യാർത്ഥികളും അടക്കം നടന്നു പോകുമ്പോഴാണ് സംഭവം. അമിത വേഗത്തിലെത്തിയ കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി 8 പേരെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം മറ്റൊരു കാറിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അപകടമുണ്ടാക്കിയ വാഹനത്തിലുണ്ടായിരുന്നവർക്ക് കാര്യമായി പരിക്കില്ല. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.